നമ്മുടെ വളഞ്ഞമ്പലം ഇയാളെപ്പോ ഗൾഫിൽ നിന്ന് വന്നു. നമസ്കാരം സാർ. നിന്റെ അപ്പന് ഭ്രാന്തായോ? എന്താ പ്രശ്നം? കുറെ ഏറുപടക്കമായിട്ട് എന്റെ പറയാ. അയ്യോ അപ്പാ അവൻ ചിലപ്പോ ഈ ഗുഹയ്ക്കകത്ത് ഒളിച്ചിരിപ്പുണ്ടാവും. പിടിക്കാം. ആൽവി, എന്താണോ നിന്റെ അപ്പനെ പറ്റിയത്? നീ ഇത് കണ്ടോ? എന്റെ അണ്ടർവെയർ വരെ കരിച്ചില്ല. അപ്പന് ചെറിയൊരു ഓർമ്മക്കുറവ് അത്രേ ഉള്ളോ? അയ്യോ അയ്യോ, ഇതാ പ്രേമേട്ടന്റെ നിലവിളിയില്ലേ കേൾക്കണത്? നീ അങ്ങോട്ട് ചെല്ല്, ഇല്ലെങ്കിൽ അയാളെ ഏറുപട കുറഞ്ഞു കൊല്ലും. അവരാ പാവത്തിനെ കൊല്ലും. അപ്പനെ പോയി പിടിക്കടാ. അപ്പാ അപ്പാ എടാ സൂക്ഷിക്കണം, അപ്പന്റെ കയ്യിൽ ഏർപടക്ക. അങ്ങേർക്ക് നിന്നെ തിരിച്ചറിയില്ല. സൂക്ഷിക്കണേ. അപ്പാ അപ്പാ വന്നേ, വന്നേ വാ. അങ്ങനെ ആ ചോക്ലേറ്റ് എടുത്ത് കൊടുക്കടാ മോനെ, എന്നിട്ട് പന്ത് തിരിച്ചു കൊടുക്ക്. പന്ത് ഇതാരാന്ന് മോന് മനസ്സിലായ? ആരാ? കുഞ്ഞുമോന്റെ മോനാ. കുഞ്ഞുമോന്റെ മോനെ. ആ ഇന്നത്തെ കളിയൊക്കെ മതി, എല്ലാവരും ഒന്ന് പോയി. ആ പോ പോ പോ. പോട്ടെ പോട്ടെ. മുതലാളി, എനിക്കൊരു നീണ്ട ലീവ് വേണം. പ്രേമേട്ടൻ എങ്ങോട്ട് പോന്നു? ഞാന് ഒരു ഉഴിച്ചിലും പിടിച്ചിലും നടത്താൻ പോവുക. ശരീരത്തിലെ നട്ടും പൊട്ടും കംപ്ലീറ്റ് ഇളകി കിടക്കില്ലയോ? പ്രേമേട്ടൻ ഈ അവസ്ഥയിൽ പോയാ? അയ്യോ, ഈ അവസ്ഥയിൽ പോയില്ലെങ്കിൽ എന്റെ അവസ്ഥ ശവാവസ്ഥയിലാകും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് പോട്ടോ? അമ്മ. ആൽബി വിഷമിക്കണ്ട. ഗൾഫിൽ പോവാൻ എനിക്ക് പണം തന്ന് സഹായിച്ച ആളല്ലേ, എനിക്കെങ്ങനെ കൈവിടാൻ പറ്റുമോ? ഞാൻ കൂടെ ഉണ്ടാവോ? എന്നെ മനസ്സിലായി കാണുമെന്ന് അറിയില്ല. എന്നെ മനസ്സിലായോ? ഞാൻ വളഞ്ഞമ്പലം വാസു. മനസ്സിലായി മനസ്സിലായി. അപ്പന് മനസ്സിലായി. ഓമനക്കുട്ടാ ഉറങ്ങൂ കുട്ടാ, പൊന്നിന്റെ പൊന്നാര മോനെ. ഓമനക്കുട്ടാ ഉറങ്ങൂ കുട്ടാ, പൊന്നിന്റെ പൊന്നാര മോനെ. പൊന്നിന്റെ പാപ്പൻ തരേ. എനിക്ക് അപ്പം മുട്ടക്കറിയും മതി. ആ നിന്റെ അപ്പന് ആ ഓമന അപ്പം മുട്ടക്കറിയിലും കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ തോന്നണേ. ഓടാ കൊരങ്ങ. ദേ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിൽ നിന്നെ ഞാൻ മുക്കിക്കൊല്ലും. ഞാൻ മുക്കിക്കൊല്ലും. എനിക്ക് ദോശയും ചമ്മന്തിയും മതി. അപ്പന് ശരിക്കും എന്താ വേണ്ടത്? പുട്ടും കടലേ, കപ്പയും മീനും. അയ്യോ അതെ മോനെ, ഞാൻ ഇപ്പൊ പാടിയ പാട്ടൊന്നും കൂടി പാടിയ മോൻ കിടന്ന് ഉറങ്ങുക. ഇനി ആ പാട്ട് പാടിയ നിന്നെ ഞാൻ കൊല്ലും. എന്റെ കർത്താവേ. ഹലോ, അപ്പനുമായിട്ട് ഗുസ്തിയാണെന്ന് തോന്നുന്നു. ഭയങ്കര വാശിയില്ല, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇരിക്കും. കുഞ്ഞുവന്നോനെ ഇതാരാ? അത് പിന്നെ എന്താ പറയണ്ടത്? കാമുകിയാണെന്ന് പറയടാ. എന്നിട്ട് വേണം അവളെ കാണുമ്പോ അപ്പൻ കാമുകിന്ന് വിളിക്കാൻ. ആന്റിയാണെന്ന് പറയും. അങ്ങനെ പറയല്ലേ? പറയടാ, ആ വിളിയില് വലിയ കുഴപ്പമുണ്ടാവില്ല. അപ്പൊ പിന്നെ ആന്റി ആന്റി ആന്റി. എനിക്കിത് ആന്റി തന്നാ മതി. ഇതെന്ത് വാശിയത്? ഏയ് അതൊന്നും ശരിയാവില്ലപ്പാ. ഞാൻ കൊടുക്കാം. വേണ്ട, ഡ്രസ്സൊക്കെ ചീത്തയാവുന്നു. അതൊന്നും സാരമില്ല. ആന്റി തന്നാ മതി. കണ്ടു കഴിക്കാം. അതെ, നീ വന്നേ. കഴിച്ചേ. അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെയും കഥ അറിയോ? ഇത്രയും അനുസരണശീലമുള്ള അപ്പനെ നീ വേറെ എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവള് മിടുക്കിയ. അപ്പനെ മെരുക്കാൻ ഇവള് മതി. നീ എത്രയും പെട്ടെന്ന് ഇവള് വിവാഹം കഴിക്കും. അയ്യോ അതൊന്നും ഇപ്പൊ ശരിയാവില്ല. ഈ 3-4 ദിവസം കൊണ്ട് ഓഫീസിലെ കാര്യങ്ങൾ ആകെ താറുമാറായില്ലേ? നീ അപ്പനെ വരെ ഡേ കെയറിൽ കൊണ്ടാക്കും. അയ്യോ കുട്ടികളുടെ ഒപ്പം അപ്പൻ, അതൊന്നും ശരിയാവില്ല. എന്നാ പിന്നെ അപ്പനെ നോക്കാനും കിച്ചണിലെ പണിക്കും കൂടി ഒരു സ്ത്രീയെ വെച്ചാലോ നമുക്ക്? കുഞ്ഞോന്റെ മതി, വയറ്. ഓക്കേ, ആൻസിക്ക് ബുദ്ധിമുട്ടായില്ലേ? ഞങ്ങൾ അങ്ങോട്ട് ഇരിക്കാം.
ആന്റി ടാറ്റ. ബൈ. ഇതെന്താ അയ്യോ അതൊക്കെ എടുക്കില്ലേ, നിലത്ത് വീണ പൊട്ടും. നോക്കട്ടെ. ഇതെന്താ? അത് പിന്നെ അപ്പന്റെ എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. നീ ഇങ്ങനെ ചൂടായാൽ എങ്ങനെയാ? അപ്പന് ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. അത് നമ്മൾ സൗമ്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അപ്പ ഇതിന് പച്ചമുളക് എന്ന് പറയും. ഭയങ്കര എരിവുള്ള സാധന. കണ്ണി തേച്ചാലോ? കണ്ണി തേച്ച എരിയിലിട കുട്ടാ. നോക്കട്ടെടാ കുട്ടാ. അയ്യോ എന്റെ അമ്മോ. നമ്മൾ തമ്മിലുള്ള ബന്ധമൊന്നും ഇവിടെ പറഞ്ഞേക്കരുത്. നമസ്കാരം സാർ. ആരാ വളഞ്ഞമ്പലം ഇത്? ഇതാണ് ഞാൻ പറഞ്ഞ വത്സമ്മ, അസല് പണിക്കാരുത്തിയാ. അടുക്കള പണിയേക്കാ പ്രാധാന്യം കുഞ്ഞിനെ നോക്കല. അത് പറ്റുമോ? എന്ത് പണിക്കും വത്സമ്മ തയ്യാറാണ്, അല്ലേ വത്സമ്മേ? ആ എന്നാ ആദ്യം ഡ്രസ് ചേഞ്ച് ചെയ്യ്, ഒന്ന് കുളിപ്പിക്കണം. ആരെ? കുഞ്ഞിനെ. എന്താ? ഓ ഞാനങ്ങ് പേടിച്ചു പോയി. എന്നാ പിന്നെ ഐശ്വര്യോട്ട് വത്സമ്മ ഇങ്ങോട്ട് കയറിയാട്ടെ. കുഞ്ഞെവിടെ? കുഞ്ഞ് ആ അത് ആ കുളിമുറിയിലുണ്ട്. അവിടെയാ കുളിമുറി. എടോ ആളെങ്ങനെ? ദേ ഇങ്ങനെ തന്നെ. അതല്ല, കുഴപ്പക്കാരിയൊന്നും അല്ലല്ലോ. 10 മാറ്റ് തങ്കം അല്ലാത്ത ഒരാളെ ഞാൻ ഈ വീട്ടിൽ കൊണ്ടുവരുമോ? വില പിടിച്ച പലതും ഉള്ള വീടാ. അയ്യോ ഒരു കുഴപ്പമുണ്ടാവില്ല. വത്സമ്മയുടെ മള്ളിൽ എപ്പോഴും എന്റെ ഒരു കണ്ണുണ്ടാവും. കണ്ണ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ ശമ്പളമൊക്കെ പറഞ്ഞിട്ടില്ലേ? കൊടുക്കുന്നത് വാങ്ങും. പിന്നെ ഇഷ്ടപ്പെട്ട 1000 2000 കൊടുത്തോളൂ. ഏ? ഇവിടെ തന്നെ നിന്നോളൂ. ആ. ഇതിനെയൊക്കെ കിട്ടാനാണ് പ്രയാസം. ഇതിനെ തന്നെ തപ്പിയെടുത്തത് ഇടുക്കിന്നാ. എന്താ അത്? എന്താ എന്താ വത്സമ്മേ? എന്തായാലും തുറന്നു പറഞ്ഞോളൂ. ഇതാണോ കുഞ്ഞ്? എനിക്കിവിടുത്തെ ജോലിയും വേണ്ട കൂലിയും വേണ്ട, മാനം മതി. വൃത്തികെട്ടതുങ്ങള് തനിക്കാൻ വെച്ചിട്ടുണ്ട്. വാസു, എന്താ ഇതായേ? വത്സമ്മേ താൻ പോടോ. എന്തിനാ ആ പെൺകൊച്ച് നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയത്? പറയൂല. ഏ? പറയില്ല. പറയില്ലെന്നോ? പറയൂല. സത്യം പറയടാ, നീ എന്താ കാണിച്ചേ? ഇങ്ങനെ എന്റെ കർത്താവേ.